ഹലോ, അപ്പോൾ എല്ലാ മച്ചന്മാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് ഗ്രാഫിക്സ് ഡ്രൈവർ, അതായത് കമ്പ്യൂട്ടറിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാഫിക്സ് ഡ്രൈവർ എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. സോ നമുക്ക് ആദ്യം നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ, നമുക്ക് വേണ്ടത് CPU-Z ആണ്. അതായത് നിങ്ങൾ ജസ്റ്റ് CPU-C എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പി സിക്കകത്ത് ചിലപ്പോൾ ചിലവർക്ക് അറിയില്ല ഏത് ഗ്രാഫിക്സ് കാർഡാണ് വെച്ചിരിക്കുന്നത്, ഏത് പ്രോസസ്സറാണ് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് സെറ്റപ്പ് ഫയലുണ്ട്, സിപ്പ് ഫയലും ഉണ്ട്. സെറ്റപ്പ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാക്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, സെറ്റപ്പ് ഫയൽ നിങ്ങൾ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് വരും, അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവും നിങ്ങൾ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച്. എന്നിട്ട് ഈ ഡൗൺലോഡ് ആയ ഫയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. CPU-Z അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എസ് ചോദിക്കും, എസ് കൊടുക്കുക. ഓക്കെ, ഇത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം കിട്ടും. അപ്പം കണ്ടിന്യൂ കൊടുക്കുക. നമുക്കപ്പം CPU-C ഓണായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ CPU ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻറ്റൽ കോർ i5. എൻ്റെത് i5, ഇൻറ്റലിൻ്റെ i5 ആണ്, 9th ജനറേഷൻ. അപ്പോൾ എത്ര വാട്ട്സ് ആണ് നമുക്ക് അതായത് ഫുൾ എത്ര ഉണ്ടോ, എത്രയൊക്കെ സിസ്റ്റം നമ്മുടെ സ്പെക്ക് ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എൻ്റെ ടെക്നോളജി 40 നാനോമീറ്റർ ടെക്നോളജി, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, കോർ സ്പീഡ്, എല്ലാ കാര്യങ്ങളും അറിയാം. അടുത്ത് നിങ്ങൾക്ക് മെയിൻ ബോർഡ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അതായത് ഏത് മദർ ബോർഡാണോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ GB B365 ഗെയിമിംഗ് HD. അടുത്ത് മെമ്മറി, റാം 16 GB ഉണ്ട്. പിന്നെ SPD. ഓക്കെ, ഗ്രാഫിക്സ് എന്നുള്ള ഓപ്ഷനിൽ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഏത് ഗ്രാഫിക്സ് ഡ്രൈവറാണോ അവിടെ ഉണ്ടെന്നുള്ളത് അത് ഡിറ്റക്ട് ചെയ്തിട്ട് കാണിച്ചു തരും. അതായത് ഇപ്പോൾ Radeon RX 570 സീരീസാണ് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ചിലവർക്ക് ഇവിടെ ഗ്രാഫിക്സിൻ്റെ അവിടെ ഇൻറ്റൽ HD എന്നോ അല്ലെങ്കിൽ ഈ ഗ്രാഫിക്സ് ഡ്രൈവർ ഇല്ലാത്തവർക്ക് അവിടെ PNP ജനറൽ PNP മോണിറ്റർ എന്നോ അങ്ങനെ വല്ലതായിരിക്കും എഴുതി കാണിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ നിങ്ങളുടെ CPU-ൻ്റെ സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ CPU ഏതെന്ന് നോക്കുക. അതായത് ഇൻറ്റൽ കോർ i5. ഇതിൽ കറക്റ്റ് ജനറേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ജനറേഷൻ കാണാനായിട്ട് നിങ്ങൾ ഫയൽ എക്സ്പ്ലോററിൽ പോവുക. അതായത് എല്ലാവർക്കും അറിയാമല്ലോ ഈ മഞ്ഞപ്പെട്ടിയുള്ള ഒരു സാധനം. അവിടെ പോയതിന് ശേഷം ദിസ് PC എന്നുള്ള സാധനത്തിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ വെച്ച് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിസ്റ്റം പ്രോപ്പർട്ടീസ് വരും. അപ്പോൾ നമ്മുടെ പേര് എല്ലാ കാര്യങ്ങളും വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് കാണാം ഇൻറ്റൽ കോർ i5 9400F. അതായത് ഇപ്പോൾ ഇൻറ്റലിൻ്റെ പ്രോസസ്സർ ഉപയോഗിക്കുന്നവർക്ക് F സീരീസ് യൂസ് ചെയ്യുന്നവർക്ക് കാർഡിൻ്റെ കാര്യം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അല്ലാത്തവർക്ക് നമുക്ക് ഇൻറ്റലിൻ്റെ HD ഗ്രാഫിക്സ് മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ഒരു ഗ്രാഫിക്സ് ഡ്രൈവർ വെച്ചാലേ ഇതിൻ്റെ ഡിസ്പ്ലേ ഓണായി വരുള്ളൂ. അപ്പം ഞാൻ ഗ്രാഫിക്സ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് RX 570 ആണ് വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 9400K അങ്ങനെ വല്ലതും ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നേരെ വീണ്ടും ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയതിന് ശേഷം നിങ്ങളുടെ ഏതാണോ പ്രോസസ്സർ, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് i3 എന്ന് അടിക്കുകയാണ്. i3 സെക്കൻഡ് ജനറേഷൻ, അതായത് 2000 അങ്ങനെ. എന്നിട്ട് ഇൻറ്റൽ ഗ്രാഫിക്സ് ഡ്രൈവർ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇൻറ്റൽ ഗ്രാഫിക്സ് ഡ്രൈവർ. അപ്പോൾ ഇൻറ്റലിൻ്റെ വെബ്സൈറ്റ് തന്നെ വരും. എന്നിട്ട് ഇൻറ്റൽ കോർ, ഇപ്പം അവരുടെ ഗ്രാഫിക്സ് ഡ്രൈവറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻറ്റൽ ഗ്രാഫിക്സ് ഡ്രൈവർ ഫോർ വിൻഡോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് സെറ്റപ്പായിട്ട് കിട്ടും, സിപ്പ് ഫയലായിട്ട് കിട്ടും, XE ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ഫയൽ എടുക്കുക 125 MB. ഇപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഗ്രാഫിക്സ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത് നമ്മുടെ AMDക്ക്. ഇപ്പോൾ AMDക്ക് എന്ന് പറയാൻ AMD A8 അങ്ങനത്തെയൊക്കെ പ്രോസസ്സർ വരുമല്ലോ, AMD A8 ഗ്രാഫിക്സ് ഡ്രൈവർ. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് AMDയുടെ കിട്ടി. ആ സൈറ്റിൽ കയറുക. നമുക്കിപ്പോൾ വിൻഡോസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി ഗ്രാഫിക്സ് കാർഡ് ഉള്ളവർ നമ്മുടെ CPU-Z വന്നിട്ട് ഗ്രാഫിക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ ജനറൽ ഇതായിരിക്കാം, PNP എന്നായിരിക്കും നിങ്ങൾക്ക് കാണിക്കുന്നത്. അറിയാമെന്നുള്ളവർക്ക് നമുക്ക് അറിയാൻ പറ്റും ഏത് ഗ്രാഫിക്സ് ഡ്രൈവറാണെന്ന് ഉള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ ഏത് ഗ്രാഫിക്സ് ഡ്രൈവറാണോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ഇൻറ്റലിൻ്റെ ആണെങ്കിൽ Nvidia ആണെങ്കിൽ Nvidia, ഇത് AMD ആണെങ്കിൽ AMD. അപ്പോൾ ഞാൻ AMD RX 570, അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് AMD RX 570. മോഡൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഗ്രാഫിക്സ് ഡ്രൈവർ എന്ന് കൊടുക്കുക, ഗ്രാഫിക്സ് ഡ്രൈവർ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇതാ വന്നിട്ടുണ്ട്, അവരുടെ സൈറ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ പറ്റും. അപ്പോൾ ഞാൻ വിൻഡോസ് 11 ആണ്. ഇത് നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പം വിൻഡോസ് 11, വിൻഡോസ് 10, വിൻഡോസ് 7 നമ്മളെ സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിൻഡോസ് സ്പെസിഫിക്കേഷൻ നമ്മൾ നേരത്തെ എടുത്തതുപോലെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് ഓപ്പൺ ആയി വരിക. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവും എഡിഷൻ വിൻഡോസ് 11 പ്രോ. ഞാൻ വിൻഡോസ് 11 പ്രോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വിൻഡോസ് 11 64 ബിറ്റേ ഉള്ളൂ. അപ്പം നിങ്ങൾ അതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡ്രൈവർ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ വെർഷൻസ് കിട്ടും. അതായത് ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് മുമ്പുള്ള വെർഷൻ. അപ്പം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കിപ്പം കുഴപ്പമില്ല, ഈ ഒരു 570 MB എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ പുതിയ ഒരു വെർഷനിലോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇനി NVIDIAയിലുള്ള കാർഡിലാണെങ്കിൽ നമുക്കിപ്പോൾ NVIDIA GTX 6060 എന്നടിക്കാം. GTX 6060 ഞാൻ ഒരു ഉദാഹരണമാണ് അടിക്കുന്നത്. അപ്പോൾ മിക്കവരുടെയും GT710 ആയിരിക്കും അല്ലേ, മിക്കവർ യൂസ് ചെയ്യുന്ന GT710 ആണ്. അപ്പം GT710 NVIDIA GT 705 തെറ്റിപ്പോയി, 710 ഡ്രൈവർ നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട്. അപ്പം NVIDIA അവരുടെ സൈറ്റിൽ തന്നെ പോവുക, എന്നിട്ട് ഗെയിം റെഡി ഡ്രൈവർ. അവർക്ക് ഇങ്ങനെ ഓരോന്നില്ലെന്ന് തോന്നുന്നു, എല്ലാത്തിനും കൂടെ ഒന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 640 MB വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അത് തന്നെ പ്രോസസ്സ് ആയിക്കോളും, എല്ലാം പ്രോസസ്സ് ആയിക്കോളും. അതിനുശേഷം നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റീസ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഓപ്പൺ ആയതിനു ശേഷം വരുമ്പോൾ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോസിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ അവിടെ കാണിക്കും. ചിലപ്പം Intel HD ആണെങ്കിൽ ഇവിടെ Intel HD എന്ന് കാണിക്കും. AMDക്ക് ആണെങ്കിൽ AMD സോഫ്റ്റ്വെയർ അഡ്രിനാലിൻ എഡിഷൻ, NVIDIAക്ക് ആണെങ്കിൽ NVIDIA ഗെയിം റെഡി ഡ്രൈവർ എന്ന് കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഗെയിമിംഗ്, റെക്കോർഡ് സ്ട്രീം, പെർഫോമൻസ്, അത് NVIDIAക്കകത്തും ഉണ്ട്. പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഓവർ ക്ലോക്ക് ചെയ്യാനൊക്കെ പറ്റും. അത് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ ഗ്രാഫിക്സ് കാർഡ് ഓവർ ക്ലോക്ക് ചെയ്യാൻ സപ്പോർട്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓവർ ക്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓവർ ക്ലോക്ക് ചെയ്യുന്നതും പിന്നെ നമുക്ക് എങ്ങനെ FPS കാണിക്കുക എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഉപകാരമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.